26 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ഒന്നും പരിക്കുകൾ ഗുരുതരമാണ് എങ്കിൽ പോലും അപകടനില ഇല്ല എന്നുള്ളതാണ്. അത് തരണം ചെയ്തു എന്നുള്ളതാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ അകത്ത് പോയി ഡോക്ടർമാരുമൊക്കെയായി സംസാരിച്ചതിന് ശേഷം പറഞ്ഞത്. അതോടൊപ്പം തന്നെ 7 പേരെ സമീപത്തുള്ള SIT ആശുപത്രിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെയും പരിക്ക് അത്യന്തം ഗുരുതരമൊന്നും തന്നെയല്ല. അതെല്ലാം തന്നെ നേരിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതലായ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. 15 പേർ നെടുമങ്ങാട് ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുന്നു. ഒരാളാണ് മരിച്ചത്, 60 വയസ്സുകാരിയായ ദാസിനിയാണ് മരിച്ചത്. അപ്പോൾ 15 പേര് ഇപ്പോൾ നെടുമങ്ങാട് ആശുപത്രിയിലുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു വിദഗ്ധ ചികിത്സ നൽകേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഈ അപകടത്തിൽപ്പെട്ട് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെയുള്ളവരെയാണ് ഇങ്ങോട്ടേക്ക് ആംബുലൻസുകളിൽ കൊണ്ടുവന്നത്. ഇവിടെ ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്നതനുസരിച്ച് ഇനി ഏതായാലും ഇവിടെ നിന്നും വീണ്ടും ഇനി ഏതായാലും ആംബുലൻസ് അങ്ങോട്ടേക്ക് ഓടിപ്പോയി മറ്റ് രോഗികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളൊരു അറിയിപ്പ് അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ കുറച്ച് മിനിറ്റുകളായി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മുറ്റം ശാന്തമാണ് എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. കാരണം നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറായി ഇവിടെ നിൽക്കുമ്പോൾ നിരന്തരം ഇടതടവില്ലാതെ ആംബുലൻസിൻ്റെ ശബ്ദമായിരുന്നു. ആംബുലൻസുകൾ ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഇനി ഏതായാലും കൂടുതൽ രോഗികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. നിലവിൽ എല്ലാ രോഗികളും അവിടെ ഈ കാഷ്വാലിറ്റിയിൽ തന്നെ ഉണ്ട്. അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകിയതിനു ശേഷം അവരെ എല്ലാം തന്നെ നിരീക്ഷണ മുറിയിലേക്ക് മാറ്റുന്ന അടക്കമുള്ള നടപടികളാണ് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നിട്ടുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം, ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.